ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സ്പിനാച്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. ഞാനിവിടെ കുറച്ച് സ്പിനാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തു. പിന്നെ 2 തക്കാളി, 1 കിഴങ്ങും കൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളകും കൂടി എടുത്ത് ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് ഒന്നിച്ചിട്ടു. പിന്നെ നമ്മുടെ എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. പൊടിച്ച ഉലുവയല്ല കേട്ടോ, അങ്ങനെയുള്ള ഉലുവയാണ്. അതും കൂടി ഇട്ടു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടി ഇട്ടിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. ഒന്ന് ഫ്ലെയിം സ്ലോ ചെയ്തു. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ കിഴങ്ങ് ഇവിടെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിനാച്ചില്ലേ, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തു. ഞാൻ വീണ്ടും ഫ്ലെയിം സ്ലോ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അത് ഞാനൊന്ന് സൈഡിലോട്ട്, അതിൻ്റെ ആ കടായി തന്നെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ആ സെൻറ്ററിൽ തന്നെ ഞാൻ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്പിനാച്ചൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അപ്പം നമ്മുടെ സ്പിനാച്ച് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കഴിക്കാൻ. ഇത് തൈരിൻ്റെ കൂടെയും പച്ചമോരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ബൈ.